ഇനി കൽപ്പറ്റയിലേക്ക് പോകുമ്പോൾ കൽപ്പറ്റ കരിങ്കുറ്റിയിൽ LDFന്റെ പോളിംഗ് ഏജന്റിനെതിരെ ഒരു പരാതി ഉയർന്നിരിക്കുന്നു. സർക്കാർ വേതനം കൈപ്പറ്റുന്നവർ പോളിംഗ് ഏജന്റ് ആവരുത് എന്ന ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ് ഈ പരാതി. കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ 35 നമ്പർ കരിങ്കുറ്റി ബൂത്തിലെ സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജന്റായി നിലവിൽ ആശാ വർക്കർ അത്തരം ഒരു ചുമതല ഏറ്റെടുത്ത് ഇതിനുള്ളിൽ പോളിംഗ് സ്റ്റേഷനകത്തിരിക്കുന്നതായി ശ്രദ്ധയപ്പെട്ടു. അവർ ഈ പ്രദേശത്തെ നിലവിലെ ആശാ വർക്കറാണ്. സർക്കാരിന്റെ ഓണറേറിയം കൈപ്പറ്റുന്ന ആളുകളോ സർക്കാർ ശമ്പളം വാങ്ങുന്ന ആളുകളോ ഒരിക്കലും ഈ പോളിംഗ് ഏജന്റ് ആയി ജോലി ചെയ്യരുത്, അല്ലെങ്കിൽ അതിനകത്ത് കയറി സേവനം അനുഷ്ഠിക്കരുതെന്ന് പ്രത്യേകം ഈ കൈപ്പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം അത് ലംഘിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു വോട്ടറെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കാം ആശാ വർക്കർ. അവർ പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ബൂത്തിനകത്ത് കയറിയിരിക്കുക എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ ഒരു തെറ്റാണ്. ആശാവർക്കറായ രശ്മി പ്രദീപിനെതിരെ UDF ആണ് പരാതി നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം ചേരുന്നു. കാളിദാസൻ ദേവദത്തം, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഏറെ ഗുരുതരമായ ഒരു പരാതിയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. കൽപ്പറ്റ കരിങ്കുറ്റിയിലുള്ള ബൂത്തിലാണ് LDF പോളിംഗ് ഏജന്റിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. ആശാ വർക്കറാണ് ഈ ഒരു LDF പോളിംഗ് ഏജന്റ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ വിഷയമെന്നുള്ളത്. ആശാ വർക്കറായ രശ്മി പ്രദീപിനെതിരെയാണ് UDFന്റെ പരാതി ഉയർന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചട്ടപ്രകാരം, ഈ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം സർക്കാർ ജീവനക്കാരോ അർദ്ധ സർക്കാർ ജീവനക്കാരോ സർക്കാർ വേതനം കൈപ്പറ്റുന്നവരോ, അതായത് സർക്കാർ ഓണറേറിയം കൈപ്പറ്റുന്നവരോ ഇത്തരത്തിൽ പോളിംഗ് ഏജന്റ് ആവരുത് എന്നുള്ള ഒരു ചട്ടമുണ്ട്. അപ്പോൾ ആ ഒരു ചട്ട ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇത് പ്രിസൈഡിംഗ് ഓഫീസറോട് നമ്മൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇത് നേരത്തെ ചീഫ് ഏജന്റിനെ ആദ്യം അതിനെ സംബന്ധിച്ച് ഒരു പോളിംഗ് ഏജന്റിനെ നിയമിക്കുന്നതിൽ ഏറ്റവും ആദ്യം പരിശോധിക്കുക ചീഫ് ഏജന്റിന്റെ ഒപ്പുണ്ടോ, അതോടൊപ്പം തന്നെ അവർ ആ മണ്ഡലത്തിലെ വോട്ടറാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ബൂത്തിലെ വോട്ടറാണോ എന്നുള്ളതാണ്. അതെല്ലാം കൃത്യമായി പരിശോധിച്ച് ഇന്ന് പോളിംഗ് തുടങ്ങി ഏറെ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വിഷയം പ്രിസൈഡിംഗ് ഓഫീസറുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതിനെ തുടർന്ന് പരാതി ഉയർന്നു. ഈ ഒരു സംഭവം ആ നടപടിയിലേക്ക് കടക്കും മുമ്പേ തന്നെ ഇവരോട് സൂചിപ്പിച്ചു. അപ്പോൾ ആ നടപടിക്ക് മുമ്പേ തന്നെ അവർ ഈ പോളിംഗ് ഏജന്റ് സ്ഥാനത്ത് നിന്നും പുറത്തേക്കിറങ്ങി നിന്നു എന്നുള്ളതൊക്കെയാണ് നിലവിൽ പറഞ്ഞത്. എന്തായാലും UDF ഉന്നയിച്ച ഈ ഒരു പരാതി ഏറെ ഗുരുതരമായ ഒരു സംഭവം കൂടിയാണ്. അതായത് സർക്കാർ വേതനം കൈപ്പറ്റുന്ന, സർക്കാർ ഓണറേറിയം കൈപ്പറ്റുന്ന ആശാ വർക്കർ പോളിംഗ് ഏജന്റായി ബൂത്തിൽ ഏറെ നേരം രാവിലെ മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് UDF ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന പരാതി. ഇപ്പോൾ നമുക്ക് ഈ വാർത്തയോട്, ഈ സംഭവത്തോട് പ്രിസൈഡിംഗ് ഓഫീസർ എങ്ങനെയാണ് പ്രതികരിച്ചത്? പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രതികരണം കേൾക്കാം. അത് പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഇഷ്യൂ നമ്മുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ അത് പരിഹരിച്ചിട്ടുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷമാണ് രേഖാമൂലം പരാതി വന്നിട്ടുള്ളത്. ഒരു പോളിംഗ് ഏജന്റ് അവരുടെ നിയമപ്രകാരം അവർക്ക് ചീഫ് ഏജന്റ് കൊടുത്ത അനുമതി പത്രപ്രകാരം അവരെന്ത് ചെയ്തു, പോളിംഗ് ഏജന്റ് ആവാൻ റിക്വസ്റ്റ് തന്നു. അതിന് പ്രകാരം അവർ പോളിംഗ് ഏജന്റായി. നമ്മൾ അപ്പോൾ വെരിഫൈ ചെയ്യുന്നത് അവര് LAയിൽ അവർ വോട്ടറാണോ നമ്മൾ വെരിഫൈ ചെയ്തു. ചീഫ് ഏജന്റ് ഒപ്പ് കൊടുത്ത് അതും വെരിഫൈ ചെയ്തു. അപ്പൊ നമ്മൾ പോളിംഗ് ഏജന്റായിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള പാസ് കൊടുത്തു. പിന്നീട് ഇന്ന് പോളിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പൊ തന്നെ നമ്മൾ അവരെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ അവര് പോളിംഗ് ഏജന്റ് എന്നുള്ള ഇതിൽ നിന്ന് മാറിയിരുന്നു. പിന്നീട് അവരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.